നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്ലോട്ട് ഡിസൈൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പേസിങ്, അതുപോലെ സിനിമറ്റോഗ്രാഫി, മ്യൂസിക്കൊക്കെ അതിലെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, മറ്റെല്ലാ ടെക്നിക്കൽ എലിമെൻസും ഇതുപോലെ തന്നെ. ഇനി അതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ആക്ടേഴ്സ്, അല്ലേ? ഇതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് അത് എനാക്ട് ചെയ്തിട്ട് നമ്മളോട് എങ്ങനെയാണ്, എത്ര സിൻസിയറായിട്ട്, എത്ര ഇൻവോൾവ് ആയിട്ടാണ് അത് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി കിട്ടുന്ന ഒരു ഡയറക്ടർ ഒരു വർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് തോന്നുന്നൊരു ഒരു അഡോറേഷനും ഉണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി മാരി സെൽവരാജിൻ്റെ ബൈസൺ കാലമാടൻ കണ്ടപ്പോൾ എനിക്ക് അതുപോലൊരു ഫീലിംഗ് മാരി സെൽവരാജിനോട് തോന്നി. നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്തു. ഇതൊരു തിയേറ്റർ വാച്ച് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും ആ ഒരു ഇഫക്റ്റോട് കൂടിയിട്ട് ഒരു ഡിസ്കണക്റ്റും ഇല്ലാതെ നമ്മൾ ഈ സിനിമ കണ്ടാൽ മാത്രമേ നമുക്കിത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് ആ സിനിമയുടെ പേസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. വെൽക്കം ടു സുമി ടോക്കീസ്. ബൈസൻ്റെ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ മാരി സെൽവരാജിൻ്റെ യൂഷ്വൽ ഒരു കൾട്ട് ഫോർമാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പരിയേരും പെരുമാളായാലും പിന്നെ അതുപോലെ കർണൻ, മാമണ്ണൻ, എല്ലാ സിനിമകളിലും നമ്മൾ കാണുന്ന ഒരു ഫോർമാറ്റ്. തീർച്ചയായിട്ടും മാരി സെൽവരാജ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദളിത് പൊളിറ്റിക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു കാണിക്കുന്ന ലൊക്കാലിറ്റിയിൽ ഒരു കുലദൈവം ഉണ്ടായിരിക്കും, അതിനെ ചുറ്റിയിട്ട് ഉള്ള കുറേ സംഘർഷങ്ങളുണ്ടായിരിക്കും. അതുപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അവിടെ റിഫർമേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റാക്കിൾസ്, ജെൻഡർ പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ അതിൻ്റെ പേസ് വളരെ ഇൻറ്റൻസിറ്റിയിൽ തന്നെയാണ് കാണിക്കുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ് ബൈസനിലും ഉള്ളത്. പക്ഷേ ഒരു ഡിഫറൻസ് ഉള്ളത് ഇതിന് കുറച്ചും കൂടി ഒരു എഡ്ജ് കൊടുത്തിരിക്കുന്നത് ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള സ്പോർട്സ് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നൊരു സ്പോർട്സാണ് പിന്നെ കബഡി കളി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു സ്ഥലത്ത് അറിയുന്നൊരു കളിയാണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻസോട് കൂടിയിട്ടാണ് ആ കാലഘട്ടത്തിലൊക്കെ ആ ടീമുകളൊക്കെ, നമ്മുടെ ലോക്കൽ ടീമുകളൊക്കെ തന്നെ അത് ചെയ്തിരുന്നതും. അതിൻ്റെ ഒരു വാശി, കോമ്പറ്റീഷൻ സ്പിരിറ്റൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു പ്രദേശം, ഈ കാണിക്കുന്ന സ്ഥലത്ത് കബഡി കളി എന്നൊക്കെ പറയുന്നത് ഒരു റിലീജിയൻ പോലെയാണ്. ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിൽ നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ ഭയങ്കര റെക്കഗ്നിഷനാണ്. അതേസമയം തന്നെ ഈ കബഡി കളിയുടെ പേരിൽ ഈ സ്ഥലത്ത് ഒരുപാട് ഫ്രിക്ഷൻ നിലനിൽക്കുന്നുണ്ട്. പലതരം വിഭാഗം ആൾക്കാരുടെ ഇടയിൽ ഇതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തലമുറകളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ ഇങ്ങനെ വളരെ ലൗഡായിട്ട് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഓരോ ഷോട്ടിലും നമുക്ക് അതിൻ്റെ കുറേ ആ ഒരു ഇതിൽ മെയിനായിട്ട് സെൻട്രലായിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഈ ഒരു ഫ്രിക്ഷൻ്റെ പാർട്ടായിട്ട് അവർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, കുറേ ബുദ്ധിമുട്ടുകൾ, ഭയങ്കര ഹെൽപ്ലെസ്നെസ് ഉണ്ട്. ഇതെല്ലാം ഭയങ്കര രസമായിട്ടാണ് കേട്ടോ. സിനിമയുടെ പേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയ പോലുമില്ല. സെക്കൻഡ് ഹാഫിൽ നമ്മൾ സ്റ്റോറി കുറച്ചും കൂടി അറിഞ്ഞതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇത് ചെറുതായിട്ടൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലും അല്ല അതിൻ്റെ പേസ് പോയിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ചിയാൻ വിക്രത്തിൻ്റെ മകനായിട്ടുള്ള ധ്രുവ് വിക്രത്തിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇതുവരെ ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ സിനിമ ആണെന്ന് തോന്നുന്നു. ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയാവുന്നത് ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു റേറ്റിംഗ്. ശരിക്കും ആ ഒരു ക്യാരക്ടർ അത്തരമൊരു സിറ്റുവേഷനിൽ ഈ കാസ്റ്റിൻ്റെ ഇഷ്യൂസ് എല്ലാം, അതിൻ്റെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എല്ലാം അനുഭവിച്ച്, അതുപോലെ തന്നെ വീട്ടിൽ ഈ കബഡി കളിയോടുള്ള ഇൻഹിബിഷൻ നിലനിൽക്കുമ്പോൾ തന്നെ കബഡി കളി ഏറ്റവും കൂടുതൽ പാഷനേറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കുട്ടി, ആ ചെറുപ്പകാലം തൊട്ട് ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു കോംപ്ലക്സ്, അതിൻ്റെ ഒരു സോറോ എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ ഭയങ്കര ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയാണ് ഈ ധ്രുവിൻ്റെ ഫേസ്. തുടക്കം തൊട്ട് അവസാനം വരെ അങ്ങനെയാണ്. ആള് ചിരിച്ച് കാണുന്നൊരു സിറ്റുവേഷനൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ പോലെ തന്നെ എനിക്ക് തോന്നിയത് എന്ത് രീതിയിലും കഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്, ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതിന് വർക്ക് ചെയ്യുന്ന മറ്റ് വർക്കൗട്ടുകളാണെങ്കിലും ഈ സിനിമയിൽ മൊത്തം ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് എത്രമാത്രം ഇൻപുട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ
ധ്രുവ് വിക്രവും ആ ഒരു ഡെഡിക്കേഷൻ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബൈസൺ. അപ്പോൾ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ധ്രുവിൻ്റെ ഒരു ആക്ടിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കബഡി കളിയൊക്കെ കാണിക്കുന്നത് ഇറ്റ് ഇസ് ഓൺ ദ ഗ്രൗണ്ട്, കറക്റ്റ് ലൈവ് റിയൽ പ്ലെയേഴ്സ് എങ്ങനെ കളിക്കും അതുപോലെയാണ് കളിക്കുന്നത്. അത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഷോട്ട്സിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ. പിന്നെ മാരി സെൽവരാജിൻ്റെ ഇപ്പോഴത്തെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് റിഫൈൻഡ് ആയിട്ടുണ്ട്. ഈ പൊളിറ്റിക്കലി മെസ്സേജിങ് ഒക്കെ ഈ കൺവേഡ് ആകുമ്പോൾ ഭയങ്കര ലൗഡായിട്ടും പ്രീച്ചി ആയിട്ടും തോന്നുക എന്നുള്ളത് വളരെ നോർമലാണ്. അത് മാരി സെൽവരാജിൻ്റെ സിനിമകളിലും അത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഈ പ്ലോട്ടിൽ ഇവൻറ്റ്സ് ഉണ്ടല്ലോ, സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് മേർജ് ചെയ്തിട്ട് ആ സീക്വൻസുകളുമായി കണക്ട് ചെയ്തിട്ട് എക്സാക്ട്ലി ഫോളോ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ മെസ്സേജിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ഒരു ലൗഡായിട്ട് തോന്നുന്നില്ല. വളരെ നാച്ചുറലായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതിൽ വില്ലന്മാരുണ്ട്. അപ്പോൾ വില്ലന്മാരെയൊക്കെ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലല്ല, അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്രേ ഷെയ്ഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഒരു യുണീക്കായിട്ട് ഈ സിനിമയിൽ നിൽക്കുന്ന മറ്റൊരു എലമെൻറ്റാണ്. ബൈസൺ റിലീസായപ്പോൾ പിന്നെ മാരി സെൽവരാജിനെതിരെ തമിഴ്നാട്ടിൽ വന്ന ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ, ബ്ലാക്ക് പൊളിറ്റിക്സ് പറയുകയും സിനിമയിൽ അത് അവതരിപ്പിക്കാനായിട്ട് വെളുത്ത നായകന്മാരെ മലയാളത്തിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തമിഴ് സിനിമയുടെ ഒരു കൾച്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലേ, അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട എല്ലാ താരങ്ങളും എല്ലാ ഹീറോയിൻസും പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര അടക്കം. പിന്നെ ഇത് മാരി സെൽവരാജിൻ്റെ പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ബെനിഫിഷ്യലാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ 2 നായികമാർ അനുപമ പരമേശ്വരനും അതുപോലെ രജിഷ വിജയനുമാണ് ഇതിലെ ഫീമെയിൽ ലീഡ്സ്. അപ്പോൾ രജിഷ സാധാരണ മാരി കർണനിലൊക്കെ ഉണ്ട്, മാരി സെൽവരാജ് സിനിമകളിൽ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇപ്പോൾ അനുപമ തെലുങ്കിൽ ഹാർട്ട് ത്രോബാണ്, അവിടെ നല്ല രീതിയിൽ ഫേമസ് ആയി കഴിഞ്ഞു. പക്ഷേ ഈയിടെ അനുപമയുടെ പല സിനിമകളും കാണുമ്പോൾ പർദ്ദ അടക്കം അവർ ആക്ടിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആണെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ അനുപമയൊക്കെ അഭിനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളി പോവുക, അത്ര പെർഫെക്ഷനാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ രജിഷ വിജയൻ ഈയിടെ മലയാളത്തിൽ ചെയ്ത റോളുകളൊക്കെ നമുക്കറിയാം. രജിഷ ഒരു ക്യാരക്ടറായിട്ട് സ്ക്രീനിൽ കണ്ടിട്ട് കാലം കുറേ, എന്തോ ഒരു ഈഗോസ്റ്റിക് ഒരു പേഴ്സോണ അവർ ക്യാരക്ടേഴ്സിൽ അവർ കാണിക്കുകയാണ്. ക്യാരക്ടറായിട്ട് നമുക്ക് രജിഷനെ ഈയിടെ കാണാൻ പറ്റാറില്ല. ഈ സിനിമയിൽ കാണണം. അതായത് ധ്രുവിക്കത്തിൻ്റെ സിസ്റ്ററാണ്, ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. ഭയങ്കര എന്താ പറയുക, നല്ല ഇമ്പ്രസീവായിട്ടുള്ള ആക്ടിങ് ആണ്. ഇമോഷൻസൊക്കെ ഇങ്ങനെ പച്ചാളം ദാസിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ കവിഞ്ഞിങ്ങനെ വഴിഞ്ഞൊഴുകുകയാണെന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ്. നല്ല ആക്ടിങ് ആണ്. അതുപോലെ ഇതിൽ നമുക്ക് മറ്റ് ലാലുണ്ട് കേട്ടോ. ലാല് നല്ല ഒരു റോളിലാണ് വന്നിരിക്കുന്നത്. ലാലിൻ്റെ റോള് നല്ല ഇമ്പാക്റ്റുള്ള റോളാണ് സിനിമയിൽ. ഇതുപോലെ നമ്മുടെ പശുപതി ഒരു രക്ഷയില്ല കേട്ടോ. ഈ കിറ്റാൻ്റെ അച്ഛനായിട്ടാണ് വരുന്നത്. ത്രൂ ഔട്ട് ആളിങ്ങനെ ഈക്വലായിട്ട് നിൽക്കുകയാണ്. ഒരു കോമ്പറ്റീറ്ററാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്രുവിന് ഈ സിനിമയിൽ. നല്ല ഗ്രേറ്റ് ഭയങ്കര ക്ലാസിക് ആക്ടിങ് ആണ് കേട്ടോ. അങ്ങനെ ഇതിൽ വേറെയും പിന്നെ അരുവി മദൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാഷായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ആളും ഈ പ്ലോട്ടിലൊരു വലിയ റോളാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്ടേഴ്സ് ഇനി വേറെയും കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ പരുത്തിവീരൻ ഡയറക്റ്റ് ചെയ്ത അമീർ സുൽത്താൻ ഒരു നല്ല റോള് ചെയ്യുന്നുണ്ട്, ഒരു പൊളിറ്റീഷ്യൻ്റെ റോള്. അമീർ സുൽത്താനൊന്നും പരുത്തിവീരൻ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് കംബാക്കാണ്. ഇതൊരു ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യും അത് അമീറിന് തമിഴ് സിനിമയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർബാണ്. ഇത് ഒരുപാട് ആക്ടേഴ്സ് ഇനിയുണ്ട്. എല്ലാവരും കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ഈ പ്ലോട്ടിൽ. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ഒരു മോശം പറയാൻ പറ്റാത്തൊരു സിനിമയാണ്. ബൈസൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതൊരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ പ്ലേ ചെയ്യുന്നൊരു സ്പോർട്സ് ആക്ഷൻ ഒരു ഡ്രാമ അങ്ങനത്തെ ഒരു ജോൺറിലാണ് സിനിമ നിൽക്കുന്നത്. ഒരുപാട് ബ്ലഡ് ഷെഡും ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ ഒരു മിനിറ്റ് നമുക്കൊരു ബ്രേക്കില്ല, നമുക്ക് മനസ്സമാധാനമേ ഇല്ല ഈ സിനിമ കാണുമ്പോൾ. ഒരു റിലാക്സേഷനും ഇല്ല കേട്ടോ ഈ സിനിമയിൽ. ഈ സിനിമയുടെ പേസ് ഡ്രോപ്പ് ആവുന്നൊരു സംഭവം വരുന്നില്ല.
അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ടെമ്പോയിലിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എസ്തെറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. എഴിൽ അരസുമാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫ്. ഗ്രേറ്റ് ജോബാണ്. അതുപോലെ തന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ 90s നടക്കുന്ന ഒരു കഥയാണ്. പക്ഷേ ഇതിൻ്റെ മ്യൂസിക് ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് നിവാസ് കെ പ്രസന്നയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ആ ഒരു കാലഘട്ടമല്ല ഈ സിനിമയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ടെമ്പോയിൽ മ്യൂസിക്കിനുള്ള ഒരു 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 ഇതെന്ന് പറയുന്നത്, റോളെന്ന് പറയുന്നത്, നിങ്ങളത് തിയേറ്ററിൽ കണ്ടാലോ കേട്ടോ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇത്രയേറെ ഷോട്ടുകൾ ഇങ്ങനെ ഓരോ മിനിറ്റിൽ ഷോട്ടുകൾ ചേഞ്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പിന്നെ എഡിറ്റിംഗ്, നമുക്ക് ഒരു ലാഗും ഫീൽ ചെയ്യാത്തൊരു എഡിറ്റിംഗ് ആണ്. ശക്തി തിരുവാണ് ചെയ്തിരിക്കുന്നത്. ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രായനാണ്. നല്ല ഒറിജിനാലിറ്റി ഉള്ള ഷോട്ടുകളാണ് കേട്ടോ. ഭയങ്കര കമൻറ്റബിൾ ജോബായിട്ടാണ് നമുക്ക് സിനിമ കാണുമ്പോൾ ഈ ഷോട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നത്. ഈ കിറ്റാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ലൈഫും അതുപോലെ തന്നെ തലമുറകളായിട്ട് അവർ ഒരു പാഷനേറ്റായിട്ട് ഫോളോ ചെയ്യുന്ന കബഡി കളി എന്ന് പറഞ്ഞ സ്പോർട്സിനോടുള്ള അവരുടെ ആ ഡെഡിക്കേഷനും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ആകെ സോഷ്യൽ പൊളിറ്റിക്കലായിട്ടുള്ള സിനാരിയോസ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരാളുടെ ഇതുപോലെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയുടെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഡ്രീമിലേക്കുള്ള പീസ് ബൈ പീസ് ആയിട്ടുള്ള ഒരു ജേണി, ഫേസ് ചെയ്യുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസും അവിടെ നടക്കുന്ന എല്ലാ ഇവൻറ്റ്സും കംപ്ലീറ്റ് ഇൻറ്റൻസിറ്റിയോട് കൂടി പിന്നെ ഓഡിയൻസിനെ കണക്ട് ചെയ്തിട്ട് അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു സ്ക്രിപ്റ്റാണ് മാരി സെൽവരാജിൻ്റെ ബൈസൺ കാലമാടിൻ്റേത്. എനിക്ക് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ഫ്രം മാരി സെൽവരാജ് ആയിട്ടാണ് എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഏതൊരു തിയേറ്റർ വാച്ചായിട്ട് ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേറൊരു സിനിമയ്ക്കായിട്ട് അടുത്തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.